യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾക്കെതിരെ തിരിച്ചടിച്ച് റഷ്യ. യുഎസും റഷ്യയെ തകർക്കാനുള്ള മാർഗങ്ങളുടെ ഭാഗമായി റഷ്യയുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്തിയിരുന്നു. അമേരിക്ക ആ ഭീഷണി കടുപ്പിച്ചത് ഇന്ത്യക്ക് നേരെയായിരുന്നു. എന്നാൽ ഇന്ത്യ ആ ഭീഷണിയിൽ വഴങ്ങിയില്ല. റഷ്യയുമായി നല്ല സൗഹൃദ ബന്ധത്തിലായതുകൊണ്ട് തന്നെ ആ ചങ്ങാത്തം കൈവിടാൻ ഇന്ത്യ തയ്യാറായില്ല. ഇന്ത്യ ഉറ്റ സുഹൃത്തിനെ കൈവിടാത്തതുകൊണ്ട് റഷ്യക്ക് കൂടുതൽ കരുത്ത് അതിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയനെതിരെ റഷ്യ തിരിച്ചടിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടുള്ള പ്രവേശന നിരോധന പട്ടിക പുതുക്കിയതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. യുക്രൈനിൽ ആക്രമണം തുടരുന്ന റഷ്യക്കെതിരെ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളാണ് യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയത്. റഷ്യയിൽ വിലക്കുള്ള യൂറോപ്യൻ സ്ഥാപനങ്ങൾ, EU അംഗരാജ്യങ്ങൾ, ബ്രസീലിന്റെ റഷ്യൻ വിരുദ്ധ നയം പിന്തുടരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ പട്ടികയാണ് റഷ്യ പുതുക്കി ഇറക്കിയിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെയും മറ്റു ചില പാശ്ചാത്യ രാജ്യങ്ങളിലെയും പൗരന്മാർ പ്രവേശന നിരോധന പട്ടികയിൽ ഉൾപ്പെടും. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾ നൽകാവുന്ന പരമാവധി വില ബാരലിന് $47.6 കുറച്ചാണ് EU നീക്കം ശക്തമാക്കിയത്. 2022 G7 ഉപരോധ പ്രകാരം ബാരലിന് $60 ആയിരുന്നു പരമാവധി വില. റഷ്യയുടെ ഇന്ധന ഊർജ്ജ വ്യവസായത്തെയും ധനകാര്യ സംവിധാനത്തെയും ഞെരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടി. അതേസമയം റഷ്യയിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നുമടക്കം സമ്മർദ്ദം ശക്തമായിരിക്കെ നിലപാട് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് കൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെയാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. എന്നാൽ ആരൊക്കെ സമ്മർദ്ദത്തിലാക്കിയാലും ഇന്ത്യ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകർക്കുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഭീഷണിയൊന്നും മോദിയോട് വിലപ്പോകില്ല. ഈ സാഹചര്യത്തിലാണ് വിക്രം മിശ്രി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വില വെട്ടിക്കുറച്ചുകൊണ്ട് ഉപരോധ നടപടിയുമായി യൂറോപ്യൻ യൂണിയൻ രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UK സന്ദർശിക്കാനിരിക്കെയാണ് വിക്രം മിശ്രി ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. അത് ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്താണോ ചെയ്യാവുന്നത് അതാണ് ചെയ്യുകയെന്നും മിശ്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ രണ്ട് നിലപാടുകൾ എടുക്കേണ്ട കാര്യമില്ല. ആഗോള സാഹചര്യം നോക്കിക്കൊണ്ടാണ് തീരുമാനമെടുക്കുന്നത്. യൂറോപ്പിൽ വലിയ സുരക്ഷാ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്കാര്യത്തിൽ മറ്റു രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. അതിനാൽ തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യൻ താൽപര്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടെന്നും വിക്രം മിശ്രി പറഞ്ഞു. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന് 49% ഓഹരിയുള്ള ഇന്ത്യൻ സ്വകാര്യ എണ്ണ വിതരണ കമ്പനിയായ നയാരയുടെ ഗുജറാത്തിലെ റിഫൈനറിയിൽ നിന്നുള്ള എണ്ണയ്ക്കും ഉപരോധം ബാധകമാണെന്നും യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഇന്ത്യ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഈ സാഹചര്യത്തിലാണ് യൂറോപ്യൻ യൂണിയന്റെ തീരുമാനത്തിൽ ഇന്ത്യ ശക്തമായ നിലപാട് അറിയിച്ച് രംഗത്തെത്തിയത്. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക കൂടുതൽ നികുതി ഏർപ്പെടുത്തുമെന്ന് US സെനറ്റും ട്രംപിന്റെ അനുയായിയുമായ ലിൻഡേ ഗ്രഹാം വ്യക്തമാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യയും ചൈനയും ബ്രസീലും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടർന്നാൽ ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുമെന്നാണ് ലിൻഡേ ഗ്രാമിന്റെ മുന്നറിയിപ്പ്. ഇതിന് പിന്നാലെയാണ് നയം വ്യക്തമാക്കി വിദേശകാര്യ സെക്രട്ടറിയുടെ പ്രതികരണം വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.